നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല കലോത്സവം അഴിമതി ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് SFI പരാതി നൽകി. പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല, നിയമപോരാട്ടം തുടരാൻ തീരുമാനം. അടുത്ത 5 ദിവസം ചൂട് കനക്കും. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. സിനിമയെ വലിച്ചു കീറുന്നതോ കഥ പറയുന്നതോ അല്ല റിവ്യൂ. വിലയിരുത്തൽ റിലീസിന് 48 മണിക്കൂർ കഴിഞ്ഞു മതി. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാല കലോത്സവത്തിലെ അഴിമതി ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് SFIയുടെ പരാതി. ADCPക്കാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും SFI ജില്ലാ പ്രസിഡന്റുമായ നന്ദൻ പരാതി നൽകിയത്. കോഴ ഇടപാടിന്റെ തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയതെന്ന് SFI നേതൃത്വം അറിയിച്ചു. കേരള സർവകലാശാല കലോത്സവം അവസാനിച്ചതിന് പിന്നാലെ അഴിമതി ആരോപണം ശക്തമായി ഉയർന്നിരുന്നു. ആരോപണം ശരിവെക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളും ഇന്നലെ പുറത്തുവന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലാണ് ശബ്ദരേഖ അടക്കമുള്ള സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. ടീമുകളെ തിരിച്ചറിയാനുള്ള രേഖകൾ സഹിതം വിധികർത്താക്കൾക്ക് നൽകിയെന്ന് സംശയിക്കുന്ന സ്ക്രീൻഷോട്ടുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. മത്സരാർത്ഥികളും ഇടനിലക്കാരും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രചരിക്കുന്നത്. മാർഗംകളിയുടെ വിധി നിർണയത്തിന് പിന്നാലെയാണ് കോഴ ആരോപണം ഉയർന്നത്. വിധികർത്താക്കളുടെയും ഇടനിലക്കാരന്റെയും ഫോണുകൾ സംഘാടകർ പിടിച്ചെടുത്തിരുന്നു. പൗരത്വ നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിയമപോരാട്ടം തുടരും. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഭരണഘടനാ വിരുദ്ധമായ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം കേരളം നടപ്പിലാക്കില്ല. CAA സമരത്തിനെതിരെ കേസെടുത്തതിനെ കുറിച്ച് പറഞ്ഞ പ്രധാന പ്രശ്നത്തെ കോൺഗ്രസ് കൈയൊഴിക്കുകയാണ്. BJP ഇംഗ്ലീഷിൽ പറയുന്നതാണ് പ്രതിപക്ഷം മലയാളത്തിൽ പറയുന്നത്. ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഹർജി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ AG തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള BJP അജണ്ടയുടെ പ്രചാരകരായി കോൺഗ്രസ് മാറിയെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി ആരോപിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യമെമ്പാടും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവും ഉയർത്തിയുള്ള രാജ്ഭവൻ മാർച്ചിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. തുടർ സമരങ്ങൾ ചർച്ച ചെയ്യാൻ KPCCയുടെ അടിയന്തര യോഗവും ഇന്ന് ചേരും. KPCC ഭാരവാഹികൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, DCC അധ്യക്ഷന്മാർ തുടങ്ങിയവരുടെ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ചൂട് കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടും. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുകയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പകൽ 12 മുതൽ 3 വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. സൂര്യാഘാത ഭീഷണി നിലനിൽക്കുന്നതിനാൽ പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. റിവ്യൂ ബോംബിംഗ് തടയുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകി. സിനിമ റിലീസ് ചെയ്ത് ആദ്യ 48 മണിക്കൂറിൽ ഫിലിം റിവ്യൂ എന്ന പേരിലുള്ള വിലയിരുത്തൽ വ്ളോഗർമാർ ഒഴിവാക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. വിവാദമുണ്ടാക്കി ക്ലിക്ക് ബെറ്റ് വർദ്ധിപ്പിക്കാനായിരിക്കുന്നത് റിവ്യൂ എന്നും അമിക്കസ് ക്യൂറി ഷാം പക്മൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. റിലീസിംഗ് തീയതികളിൽ നെഗറ്റീവ് റിപ്പോർട്ടുകൾ നൽകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ആരോമിലിന്റെ ആദ്യ പ്രണയം എന്ന സിനിമയുടെ സംവിധായകൻ മോബിൻ റഫ് നൽകിയ ഹർജിയിലാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും അടുത്തിടെ ചില സിനിമകൾ വിജയിച്ചെന്നും സിനിമയെക്കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങൾ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്നും അറിയില്ലെന്നും കോടതി പറഞ്ഞു. ഇത്തരം നെഗറ്റീവ് കമന്റുകൾ പലതും വ്യാജമായി ചമച്ചുണ്ടാക്കിയതോ ചില ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും കോടതി അഭിപ്രായപ്പെട്ടു.